ഈ കഴിഞ്ഞ 2-ാം തീയതി ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തെലങ്കാന ഫോർമേഷൻ ഡേ സെലിബ്രേഷൻ നടക്കുകയുണ്ടായി. അതിൻ്റെ ചില കാഴ്ചകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യയിലെ 29ാമത്തെ സംസ്ഥാനമായി തെലങ്കാന 2014 ജൂൺ 2 ഔദ്യോഗികമായി രൂപീകൃതമായി. എന്നിരുന്നാലും ഈ പ്രദേശത്തിന്റെ ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പുരാതന കാലത്ത് ഡെക്കാൻ മേഖലയിലെ ആദ്യകാലവും ശക്തമായ രാജവംശങ്ങളൊന്നായ ശതവാഹനന്മാരുമാണ് തെലങ്കാന ഭരിച്ചിരുന്നത്. അവർ വ്യാപാരം, സംസ്കാരം, ഭരണം എന്നിവയിൽ ഗണ്യമായ സംഭാവനകൾ നൽകി. മധ്യകാലഘട്ടത്തിൽ കാക്കാത്തിയ രാജവംശം ഒരു പ്രബല ശക്തിയായി ഉയർന്നു വന്നു. വറങ്കൽ തലസ്ഥാനമായ കാക്കാത്തിയർക്ക് തെലുഗു ഭാഷയിൽ സാഹിത്യം, വാസ്തുവിദ്യ, ജലസേചനം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ പൈതൃകം ഇപ്പോഴും മനോഹരമായ വറങ്കൽ കോട്ടയിലും പ്രശസ്തമായ കാക്കാത്തിയ കലാതോരണത്തിലും കാണാൻ കഴിയും. 16ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം കുത്തുബ് ഷാഹി രാജവംശത്തിന്റെ ഭരണ കീഴിലായി. 1591 സുൽത്താൻ മുഹമ്മദ് കുലി കുത്തുബ് ഷാ ഹൈദരാബാദ് നഗരം സ്ഥാപിക്കുകയും ഐക്കോണിക് ചാർമിനാർ നിർമ്മിക്കുകയും ചെയ്തു. അത് ഇന്നും നഗരത്തിന്റെ പ്രതീകമായി തുടരുന്നു. പിന്നീട് തെലങ്കാന നൈസാമുകൾ ഭരിച്ചിരുന്ന ഹൈദരാബാദ് സംസ്ഥാനത്തിന്റെ ഭാഗമായി. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഹൈദരാബാദ് സംസ്ഥാനം 1948 ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിച്ചു. 1956 തെലങ്കാന ആന്ധ്രാപ്രദേശമായി ലയിപ്പിച്ച് ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചു. കാലക്രമേണ തെലങ്കാനയിലെ നിരവധി ആളുകൾക്ക് തങ്ങളുടെ പ്രദേശത്തിന് ന്യായമായ വിഭവങ്ങൾ, തൊഴിലവസരങ്ങൾ, വികസനം എന്നിവ ലഭിക്കുന്നില്ലെന്ന് തോന്നി. ഇത് പ്രത്യേക സംസ്ഥാനം ആക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. വിദ്യാർത്ഥികളും ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ നേതാക്കളും പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ചതോടെ പതിറ്റാണ്ടുകളായി ഈ ആവശ്യം ശക്തി പ്രാപിച്ചു. ഒടുവിൽ വർഷങ്ങളുടെ സമാധാനപരമായ ജനാധിപത്യ ശ്രമങ്ങൾക്ക് ശേഷം 2014 ഇന്ത്യൻ പാർലമെന്റ് ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമം പാസാക്കി. 2014 ജൂൺ 2 ഹൈദരാബാദ് തലസ്ഥാനമാക്കി തെലങ്കാന ഔദ്യോഗികമായി ഒരു പ്രത്യേക സംസ്ഥാനമായി. 2014 രൂപീകൃതമായതിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാനങ്ങളിലൊന്നായി തെലങ്കാന ഉയർന്നു വന്നിട്ടുണ്ട്. നിരവധി മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. തെലങ്കാനയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അതിന്റെ ശക്തമായ സാമ്പത്തിക വളർച്ചയാണ്. IT മേഖലയിൽ ബാംഗ്ലൂരു, ചെന്നൈ, പൂനെ എന്നീ സ്ഥലങ്ങൾക്കൊപ്പം ഹൈദരാബാദ് ഇന്ത്യയിലെ മികച്ച IT കേന്ദ്രങ്ങളിലൊന്നായി സ്വയം പ്രഖ്യാപിച്ചു. തെലങ്കാന അതിന്റെ നൂതന ജലസേചന പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൊന്നാണ് കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും കൃഷിക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും ജലലഭ്യത മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വാക്സിൻ തലസ്ഥാനം എന്നും ഹൈദരാബാദ് അറിയപ്പെടുന്നു. ദേശീയമായും അന്തർദേശീയമായും ആരോഗ്യ സംരക്ഷണത്തിനും വാക്സിൻ ഉൽപാദനത്തിനും ഗണ്യമായ സംഭാവന നൽകുന്ന ഈ നഗരം ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക്നോളജി വ്യവസായങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ന് തെലങ്കാന അതിന്റെ ദ്രുത വികസനം, സാങ്കേതിക പുരോഗതി, ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, കായിക പുരോഗതി, നിക്ഷേപക സൗഹൃദ നയങ്ങൾ എന്നിവയിൽ വേറിട്ട് നിൽക്കുന്നു. രൂപീകരണത്തിന് ശേഷമുള്ള താരതമ്യേന കുറഞ്ഞ കാലയളവിനുള്ളിൽ വളർച്ചയുടെയും നവീകരണത്തിന്റെയും മാതൃകയാകാൻ ഈ നേട്ടങ്ങൾ സംസ്ഥാനത്തിന് സഹായകരമായി.